ഇപ്പോൾ കോടതിക്ക് പുറത്ത് ബജരംഗ് പ്രവർത്തകർ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ഇടപെടലുകൾക്ക് എതിരെ പ്രതിഷേധിക്കുകയാണ്. छत्तीसगढ़ महतारी की छत्तीसगढ़ महतारी की वो दोनों लड़कियों को, तीनों लड़कियों को लेकर के जा रही थी. एक लड़की रो के मैं नहीं जाऊंगी बोली. वो लोग अभी भी लड़कियां हिंदू है, उनके आधार कार्ड में हिंदू नाम है बच्चियों का, तो उनको क्या वो दोनों नन मंदिर में छोड़ने लेके जा रही थी? चर्च ही लेके जाती ना, तो कैसे उनके ऊपर में धर्म परिवर्तन का मैं आरोप ना लगाऊं? और जो बच्ची जाना नहीं चाहती उसको जबरदस्ती लेके जा रहे हैं, तो पुलिस प्रशासन ने अगर तहकीकात करके पूरा जांच करके उनके ऊपर में मानव तस्करी का अगर उन्होंने केस लगाया है तो इसमें क्या गलत है? ऊपर में बैठ के राहुल गांधी जी बोलते हैं गलत लगा है. उन्होंने कोई नन लोगों ने डॉक्यूमेंट्स दिखाए थे क्या? उनके घर से मिला था या इनको लेके जाने के लिए आए थे? जब कोई डॉक्यूमेंट्स नहीं आए तो कहां से लगेगा ना केस? जब पुलिस वालों ने बार बार उनसे पूछा कि आप लोगों के पास में कोई डॉक्यूमेंट्स है, कोई भी नहीं दिखाया गया, तो पूरा तहकीकात करके उनके ऊपर में केस लगा है. हमारा देश स्वतंत्र है, संविधान को मानता है. എന്ന സംശയം തന്നെയാണ് അവർ വീണ്ടും ഉന്നയിക്കുന്നവരുടെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. അനൂപ് ദാസ് കൂടിയുണ്ട്. അനൂപ്, ഇപ്പോൾ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോവുകയാണ്. അതിന് തൊട്ടു മുൻപ് ബജറംഗ് ദൾ പ്രവർത്തകരുടെ പ്രതിഷേധവും കാണുന്നത്. ഇത് കോടതിക്ക് പുറത്താണോ? രതീഷ്, അതാണ് അത്ഭുതപ്പെടുത്തിയ കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുമോ എന്നാണ് എനിക്ക് തോന്നിയത് ഇവിടെ വന്നപ്പോൾ. കാരണം ഈ കാണുന്നതാണ് കോടതി പരിസരം. കോടതിക്ക് തൊട്ടു മുന്നിലുള്ള കോടതിയുടെ മുറ്റം. ഈ കോടതി മുറ്റത്തായിരുന്നു കഴിഞ്ഞ അരമണിക്കൂർ നേരമായി ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി. ഈ മതം മാറ്റം ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ ഏതറ്റം പോകും, ജയ് ശ്രീറാം വിളികളൊക്കെയായി കോടതി മുറ്റത്ത് നിൽക്കുകയായിരുന്നു ഇത്രയും നേരം ബജ്രംഗ് ദൾ പ്രവർത്തകർ. പോലീസുകാർ അത് നോക്കി നിൽക്കുകയും ചെയ്തു. അതിനുശേഷം തുടർച്ചയായി പല ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ റോഡിന് വശത്തേക്ക് ബജ്രംഗ് ദൾ പ്രവർത്തകർ എത്തിയത്. അവർ പറയുന്ന കാര്യം, ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ തൊട്ടു മുമ്പ് സംസാരിച്ച ജ്യോതി എന്നയാൾ, അവരാണ് രണ്ട് കന്യാസ്ത്രീകളെയും പരസ്യമായി ചോദ്യം ചെയ്യാൻ തയ്യാറായി അവരെ മണിക്കൂറുകളോളം പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്ത് അതിനുശേഷം പോലീസിന്റെ കയ്യിലേക്ക് കൊടുത്തത്. അവർ തന്നെ ഇന്ന് വീണ്ടും കോടതി വളപ്പിലേക്ക് എത്തി മുദ്രാവാക്യം വിളികളുമായി ഈ കന്യാസ്ത്രീകൾക്കെതിരെ രംഗത്ത് വരുന്നു. അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇന്ന് ഇവർക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഏതറ്റം വരെയും പ്രതിഷേധവുമായി പോകും എന്നുള്ള കാര്യമാണ്. ജ്യോതി ശർമ്മ വീണ്ടും ഇവിടെ ഉണ്ട്, അവരോട് നമുക്ക് സംസാരിക്കാം. മാഡം, बेल मिलेगा? हम हाई कोर्ट में जाएंगे. तो क्या इधर क्या स्लोगन? इधर हम अपने भाई के सपोर्ट के लिए आए हैं. भाई के जो रवि निगम है ना, जो शिकायत किए हैं, उनके सपोर्ट के लिए आए हैं. कोर्ट के अंदर क्या? वहाँ तो जय श्री राम बोल रहे थे. कोर्ट के अंदर नहीं, कोर्ट के अंदर नहीं, बाहर है. वो तो बाहर है. नहीं, वो भी बाहर है. हम जो बिल्डिंग है ना, वो कोर्ट कहलाता है अंदर. हम बिल्डिंग के अंदर नहीं घुसे हैं, हम बिल्डिंग के बाहर थे. है ना? बिल्डिंग का बाहर कोर्ट नहीं है, वो रास्ता है. जो कोर्ट अंदर जहाँ से बिल्डिंग चालू होती है वो कोर्ट है. हम उसके अंदर नहीं घुसे हैं. इतना हम नियम कानून संविधान को मानते हैं, हमें संविधान की जानकारी है. राहुल गांधी जो संविधान सिखा रहा है, उन्हें बोलना चाहूंगी वो संविधान का किताब उठा के खुद पढ़े. ഞങ്ങൾ ഭരണഘടനയൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. കോടതിയുടെ കെട്ടിടത്തിനകത്ത് കയറിയല്ല ഞങ്ങൾ പ്രതിഷേധിച്ചത്, കോടതി കെട്ടിടത്തിന് പുറത്തായിരുന്നു. കെട്ടിടത്തിനകത്ത് മാത്രമാണ് കോടതി എന്നാണ് ജ്യോതി ശർമ്മ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ബജ്രംഗ് ദൾ പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ അതിക്രൂരമായി പരസ്യ വിചാരണ ചെയ്ത് അതിനുശേഷം പോലീസിനെ ഏൽപ്പിച്ചു. പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് പോലും പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കി. അതും കഴിഞ്ഞവർ ജയിലിലെത്തിയപ്പോൾ ജാമ്യത്തിന് വേണ്ടി വന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് ജയ് ശ്രീറാം വിളികളും അങ്ങനെ മറ്റു പല മുദ്രാവാക്യങ്ങളുമായി കോടതി വളപ്പിലേക്കും ബജ്രംഗ് ദൾ പ്രവർത്തകർ എത്തിയത് എന്നതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ദുർഗ് കോടതിക്ക് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം.